ഒരു ജീവൻ്റെ താളം നിലനിർത്തുന്ന അത്ഭുതകരമായ അവയവമാണ് ഹൃദയം. ഓരോ നിമിഷവും മനുഷ്യ ശരീരത്തിലൂടെ കോടിക്കണക്കിന് രക്തക്കണികളാണ് പമ്പ് ചെയ്ത് ആ ഒരു ജീവൻ തന്നെ നിലനിർത്തുന്നത്. ഹൃദയരോഗങ്ങൾക്കെതിരെ എങ്ങനെ പോരാടുമെന്നും ഹൃദയരോഗങ്ങൾ നേരിടുന്ന രോഗികളുടെ ജീവൻ നിലനിർത്തുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയുവാനോ പഠിക്കുവാനോ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി കോഴ്സ് ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന കോഴ്സിനെ പറ്റി, അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ECG, എക്കോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട് സ്കാൻ പോലുള്ള പരിശോധനകൾ നടത്തി ആ രോഗിയുടെ ഹൃദയത്തെപ്പറ്റിയും രക്തക്കുഴലുകളെപ്പറ്റിയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ രോഗത്തെ വിലയിരുത്തുകയും ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നേരിടുന്ന രോഗിയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ അത് ഡോക്ടറെ അനലൈസ് ചെയ്യാൻ സഹായിക്കുകയും ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷൻസിനെ വിളിക്കുന്ന പേരാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ്. ഇനിയിപ്പോൾ സാധ്യതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെയധികം കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും രോഗങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്കോപ്പും ഡിമാൻഡുമുള്ളൊരു കോഴ്സാണ് CVT. ഇനിയിപ്പോൾ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് ബെറ്റർ? സയൻസ് വിഷയത്തോട് താല്പര്യമുള്ള, ഹൃദയത്തെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് ബെറ്റർ. ഇതുവരെ നമ്മൾ കോഴ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങൾ നോക്കാം. ഇത് ഏകദേശം 3 ഇയർ + 1 ഇയർ കമ്പൾസറി ഇൻറ്റേൺഷിപ്പോട് കൂടി ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 ബയോ സയൻസ് 50% അബവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ UGക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ MSc അതുപോലെ തന്നെ PhD കൂടി ചെയ്യാം. അതുപോലെ തന്നെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, കാർഡിയോവാസ്കുലർ സിസ്റ്റം, മെഡിക്കൽ ടെർമിനോളജി, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ജോബ് സെക്ടർ നോക്കുകയാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, കാർഡിയാക് സർജറി സെൻറ്ററുകൾ, കാർഡിയാക് റിഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഹൈ സാലറിയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നിങ്ങളുടെ കോളേജിൻ്റെ അംഗീകാരം, അഫിലിയേഷൻ, ഫാക്കൽറ്റിയുടെ യോഗ്യത, നിങ്ങൾക്ക് ക്ലിനിക്കൽ ട്രെയിനിങ്ങോ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങോ നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് കേരളത്തിൽ എങ്ങനെയാണ് സീറ്റ് ലഭിക്കുക എന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക. കേരളത്തിൽ ഏകദേശം കുറച്ച് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയർ ബൈ സ്റ്റേറ്റ്സായ തമിഴ്നാട്, കർണാടകയിലേക്ക് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസോട് കൂടി പ്ലേസ്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ സാധിക്കും. ഇനി കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൽ ഫീസ് സ്ട്രക്ചറോ 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യാം.